സുട്ട് പറഞ്ഞ സുട്ട് ചത്ത പോലെ മണൽ നടക്കും. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക്. അതെ, ഡേ 2 ഇൻ ക്രൊയേഷ്യ. അതെ, ഇൻ സ്പ്ലിറ്റ്. അതെ, അപ്പൊ ഇന്നലെ ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് മറ്റേ ഐലൻഡ് ഹോപ്പിങ്ങിനൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇപ്പൊ രാവിലെ 8:15 9:15 അവിടെ എത്തേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ രാവിലെ ഇവിടെ ഹോട്ടലിൽ നിന്ന് അപ്പോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ്. പക്ഷെ ഇവിടെ എന്താ പറയാ, ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് യൂഷ്വലി ബാക്കിയുള്ള ഹോട്ടൽസിലുള്ള പോലെ താഴെ പോയി ബുഫേ അങ്ങനത്തെ സെറ്റപ്പ് അല്ല. ഇവിടെ താഴെ നമ്മൾ ഇന്നലെ വന്നപ്പോ തന്നെ രാവിലെ പോയി കഴിച്ചില്ലേ ആ ഒരു ഹോട്ടലിൽ തന്നെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അതിനുള്ള കൂപ്പൺ മാത്രം അവർ തരും, ഈ ഹോട്ടലുകാർ തരും. അപ്പൊ ഇനിയിപ്പോ താഴെ പോയി എന്താ പറയാ, അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടുന്ന് ഒരു 10 minutes വോക്ക് ഉണ്ട് മറ്റേ ആ പോർട്ടിലോട്ട്, ബോട്ട് ബോർഡ് ചെയ്യേണ്ട. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു 10 minutes വോക്ക് ഉണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതൊക്കെ അങ്ങോട്ടേക്കൊക്കെ പോകാം. നമുക്ക് ഐലൻഡ് ഹോപ്പിങ്ങിന് പോവാം. ഇതാണ് നമ്മുടെ എന്താണ് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇത് സ്വിം സൂട്ട് ആണ്. ഇത് ഞാൻ ഇവിടെ ജാങ്കോ കളിക്കാൻ വേണ്ടി എടുത്ത. അപ്പൊ എന്നാലും പതുക്കെ ഇറങ്ങാം, അല്ലെങ്കിൽ ഇനി ബീച്ച് അതെ ഇനി നമുക്ക് പതുക്കെ ഇറങ്ങാം, അല്ലെങ്കിൽ ലേറ്റ് ആകും കേട്ടോ. അവിടെ 9:15 പോണം. കഴിക്കാൻ പോവാം. ഓക്കെ. ഇതാണ് നമ്മുടെ ബുക്കർ ട്രാവൽ ഏജൻസി. ഇവിടെ ഒന്ന് പറഞ്ഞ് എന്നാലും നമുക്കിത് 2 മഞ്ഞ ബ്രേസ്ലെറ്റ് കിട്ടി. ഇനി എന്താ പറഞ്ഞവര് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ബോട്ട് വെയിറ്റിംഗ് ആയിരിക്കും. അങ്ങോട്ടേക്ക് പോർട്ടിന് അങ്ങോട്ടേക്ക് പോകണം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഓരോ സ്ട്രീറ്റ്സ് എന്ത് ഭംഗിയാലേ. അയ്യോ ഒട്ടിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പിനെ ഞങ്ങൾ കണ്ടു. ഇതേ ഞങ്ങൾ ബോട്ടിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എന്താവുമെന്ന് കണ്ടറിയാം. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ എന്താ പറയുക, ക്യാപ്റ്റൻ എന്ന്. അതെ, സെയിലർ സൈമൺ എന്നാണ് പേര് പുള്ളിയുടെ. സ്പീഡ് ബോട്ട്. മുടിയൊക്കെ അലമ്പായി, സ്പീഡ് ബോട്ടിൽ വന്ന് മുടിയൊക്കെ അലമ്പായി. ഇതാണ് ബീച്ച് ബോർക്കോ. പക്ഷേ എന്താണ് ബീച്ച് ബാർ? സെയിം തന്നെ, ബീച്ച് ബാർ ബോർക്കോ. ഭയങ്കര വൈബാണ് ഗൈസ്. നമ്മൾ സ്പീഡ് ബോട്ടിന് നല്ല വൈബായിട്ടാണ് വന്നത്. ഓ മൈ ഗോഡ്, ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറ് നിങ്ങൾ കാണുക ഗൈസ്. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ. ഇത് വാവ്, ഇത് ക്യാമറയിൽ കിട്ടുന്നുണ്ടല്ലേ ഏകദേശം ഒരു കളറൊക്കെ. ക്രിസ്റ്റീൻ. ഈ വെള്ളത്തിന് എന്താ പറയുക, ടർക്കിസ് ബ്ലൂ അല്ലേ? ഭയങ്കര ഭംഗി. എന്തായാലും എന്ത് രസം കാണാൻ. അങ്ങനെ നമ്മളെ ഈ ബീച്ച് ബാർ ബോർക്കോയിൽ നീന്തി തുടച്ചു. 1 മണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ബോട്ടിലോട്ട് കയറി അടുത്തോട്ട് പോവാണ്. അടുത്ത വേറെ ഐലൻഡാണ്. ബ്ലൂ ലഗൂൺ.
സ്പീഡ് ബോട്ടുകൾക്ക് വരെ ഉണ്ടല്ല. ഒത്തിരി ബോട്ട് വന്നിട്ട്. വ്യൂ ഇസ് അമേസിങ്. അമേസിങ് അമേസിങ് ഗൈസ്. നോക്ക് ഫ്രണ്ടിലൊക്കെ ദൂരം ബോട്ടാന്ന് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ബട്ട് കുറേ ബോട്ട്. ഈ വെള്ളം ഈ സ്ഥലത്തിൻ്റെ പേര് ബ്ലൂ ലഗൂൺ എന്നാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ വെള്ളം അത്ര നീലയാണ്. ഭയങ്കര നീല എന്ന് വെച്ചാൽ ഭയങ്കര നീല. ഭയങ്കര രസമാണ്. എനിക്കറിയില്ല ക്യാമറയിൽ ഇതിൻ്റെ ഭംഗിയൊക്കെ എത്രത്തോളം കിട്ടുമെന്ന്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ബോട്ട് നിർത്തിയിട്ട് എല്ലാവരും ആക്ച്വലി സ്നോർക്കലിങ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യാൻ ചാടണം. എല്ലാവരും ഇതുപോലെ ബോട്ട് നിർത്തിയിട്ടേക്കുന്നതാണോ? എല്ലാവരും വൻ ചില്ലിങ്ങാണ്, മൊത്തം ചില്ലിങ്. അപ്പം ഞാൻ ഈ ബോട്ടിലിരുന്ന് എൻജോയ് ചെയ്യും. സുട്ട് ചിലപ്പോൾ ഒന്ന് ചാടി എൻജോയ് ചെയ്യും. കുറേ പേരുണ്ട് ബോട്ടിലിരിക്കുന്നവർ. കുഴപ്പമില്ല. എൻ്റെ സുട്ടു ഇതായി തീണ്ടി തുടങ്ങുന്ന പോലെ കൂടെ സുട്ടുവിൻ്റെ ലൈഫിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. സുട്ട് പറഞ്ഞു സുട്ട് ചത്ത പോലെ മടൽ നടക്കും. അയ്യോടാ ഈ വെള്ളത്തിന്റെ റിഫ്ലക്ഷൻ ഇല്ലേ സീന. സുട്ടോസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഈ സാധനം ഞാൻ കുറച്ചു നേരം വെച്ചോളൂ കേട്ടോ. അടിയില് കല്ല്, മീന് എല്ലാം കാണാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ. അതുകൊണ്ടിട്ട് എന്താ പറയാ, എന്റെ വായലോട്ട് ഉപ്പുവെള്ളം കയറി പോണ്. അടിപൊളിയായിരുന്നു. നമ്മളപ്പോൾ അടുത്ത ഐലൻഡിൽ ഇറങ്ങി. ത്രോഗിർ എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡിൽ നമ്മളെ കൊണ്ടുവന്ന് നമ്മുടെ സ്പീഡ് ബോട്ട് ഡ്രോപ്പ് ഇട്ടു. ആ ബാക്കിൽ കാണുന്നതാണ് ട്രോഗിർ. നമ്മളിപ്പോൾ ഉള്ള ഈ ഐലൻഡ് നമ്മൾ നേരത്തെ ഫസ്റ്റ് വന്നില്ല. അതിൻ്റെ എന്താ പറയുക, നോർത്ത് സൈഡിൽ നിന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് അത് കൂടെ പോയാൽ ബാക്കിലുള്ള അയാച്ചിൻ്റെ അപ്പുറത്തുള്ളതാണ് ട്രോഗിർ ഐലൻഡ്. ഇവിടെ ബേസിക്കലി സ്വിമ്മിംഗ് ഒന്നുമില്ല. ഇതൊരു ഹാർബർ ആയതുകൊണ്ടിട്ട് പുള്ളി പറഞ്ഞു മീനല്ലാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി ഫുഡൊക്കെ കഴിച്ച് വെള്ളം അത്ര ക്ലീൻ അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും അങ്ങനെ കാണുന്നൊന്നുമില്ല കേട്ടോ. നല്ല നീല കളർ വെള്ളമൊക്കെ തന്നെയാണ്. ഇവിടെ ചിലപ്പോൾ ക്ലീൻലിനെസ് അതെ മറ്റേ അത്രയും ബ്ലൂന്ന് കുറച്ച് ബ്ലൂ പറഞ്ഞാല് അതായിരിക്കും ഉദ്ദേശിച്ചത്. അത്ര ക്ലീൻ അല്ലാണ്. അപ്പോൾ നല്ല ബ്ലൂ ഒക്കെ തന്നെയാണ് വെള്ളം. അപ്പോൾ നമുക്ക് അവിടെ പോയി ഫുഡൊക്കെ അടിച്ച്, പിന്നെ ഇവിടെ കുറച്ച് ഗെയിം ഓഫ് ത്രോൺസ് ലൊക്കേഷനൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ ഗൈസ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഫുള്ള് സ്ലോ ലൈഫിൻ്റെ ആൾക്കാരാണ്. അതായത് ഫുള്ള് ആൾക്കാർ ഫുള്ള് നമ്മളാ ബ്ലൂ ലഗൂണിൻ്റെ അവിടെ പോയപ്പോൾ യാച്ചിലെയും സ്പീഡ് ബോട്ടിലെയും എല്ലാ ആൾക്കാരും അങ്ങനെ സ്പീഡ് ബോട്ടും യാച്ചും അവരുടെ യാച്ചൊക്കെ നിർത്തിയിട്ടിട്ട് ചുമ്മാ ഇവിടെ അങ്ങനെ സൺബാത്തിങ്ങൊക്കെ ആയിട്ട് ആൾക്കാരോടങ്ങനെ വെറുതെ സമാധാനമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ട്. എൻ്റെ സൈഡിലൊക്കെ ഭയങ്കര അടിപൊളി വ്യൂസാണ് അല്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ആൾക്കാർ ഭയങ്കര സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് സ്ലോ ലിവിങ് എന്നൊക്കെ പറയില്ലേ, അത് എക്സാക്ട്ലി ഇവിടെ വന്നപ്പോൾ അത് തന്നെയാണ്. എല്ലാവരും സ്ലോ ലൈഫിൻ്റെ ആൾക്കാർ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ എൻ്റെയും മൈൻഡും ബോഡിയൊക്കെ ആണെങ്കിലും ആ ഒരു മൊത്തം ഒരു റിലാക്സ്ഡ് മോഡിലോട്ട് പോയി. എന്തായാലും ഇതാണൊരു വെക്കേഷൻ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്കിങ്ങനെ ബാക്കി അത് ഞാൻ വ്യൂസൊക്കെ കാണിച്ചു തരാം. ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ്.
ഗൈസ് ഇത് ഈ ത്രോഗർ എന്ന് പറയുന്ന സിറ്റിയാണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഈ സിറ്റി കണ്ടാലും നിങ്ങൾക്ക് അറിയാം, ഒരു സ്ട്രക്ചർ കണ്ടിട്ട് ഗെയിം ഓഫ് ത്രോൺസിൽ നമ്മൾ കണ്ടില്ലേ അതുപോലത്തെ ബിൽഡിങ്സ്. അതായത് ഈ മതിലിൻ്റെ സ്ട്രക്ചറൊക്കെ അങ്ങനെ ഇരിക്കണം. കണ്ടോ ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ കണ്ടിട്ട് എനിക്കൊരു ഗെയിം ഓഫ് ത്രോൺസ് ഫീല് വരുന്നുണ്ട്. ഒരു നീന്തലും ഇതൊക്കെ കഴിഞ്ഞ് വിശന്ന് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് ട്രോഗറിൽ. നമ്മുടെ ഫുഡ് എത്തി. എന്റെ പേരെന്താണോ കുഞ്ഞു? സെവാപ്പിച്ച്. ആ, അത് ഇവിടത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണെന്നാണ് നമ്മള് വീഡിയോയില് കണ്ടത്. ബ്രെഡിൽ വെച്ച് കഴിക്കണം. അതെ, അതായത് ടർക്കിഷ് കബാബ് പോലെ മറ്റേ മിൻസ്ഡ് മീറ്റ് കബാബ് പോലെ ആക്കിയിട്ട് ഈ പീത്ത ബ്രെഡ് പോലത്തെ ബ്രെഡിൽ വെച്ച് കഴിക്കണം. ഇനി ഇതുവരുടെ ഫുഡ് തന്നെയാണോ ടർക്കിഷ് ഫുഡാണോ എന്ന് ആർക്കറിയാം. കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയാ? എന്നാ കഴിച്ചു നോക്കാം. അതൊരു റെഡ് ചില്ലി എന്താ പറയുക, പേസ്റ്റ് പോലത്തെ ഒരു സാധനം. അത് അടിപൊളിയാണ്. ഞാൻ കബാബ് മാത്രമായിട്ട് കഴിച്ചു നോക്കിയില്ലേ, മീറ്റ് മാത്രമായിട്ട്. എങ്ങനെയുണ്ട്? മാത്രം നല്ല ജ്യൂസി, മോശം അല്ലാത്ത നല്ല ഒരു ടേസ്റ്റ് അല്ലേ. സൂപ്പറാണ്. സവാളയൊക്കെ കേട്ടോ. ഞാൻ എത്ര കബാബ് വെച്ചു? ഞാൻ 5-6 വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. അപ്പോൾ ഒരു അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് ഇവിടെ ഒരു എന്താ പറയുക ഗെയിം ഓഫ് ത്രോൺസ് ലൊക്കേഷൻ ഉണ്ട്. ഒരു കാർത്തിൻ്റെ മറ്റേ ഇത് ഷൂട്ട് ചെയ്തത്. പക്ഷേ അവിടെ പോകാനുള്ള സമയമില്ല. ബോട്ട് ഇപ്പോൾ എടുക്കും ഞങ്ങളുടെ. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കൂടിയേ ഉള്ളൂ. 5 മിനിറ്റ്സ് ഇല്ല, 40 സത്യം പറഞ്ഞാൽ. അപ്പോൾ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ എന്താണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അതെ, ബാക്കി ഗെയിം ഓഫ് ത്രോൺസ് ലൊക്കേഷനൊക്കെ നമുക്ക് ദുബ്രോണിക്കൽ പിടിക്കാമല്ലോ. ദുബ്രോണിക്കൽ ഇഷ്ടം പോലെ ഉണ്ട്. അതെ, ലൊക്കേഷൻ ഉണ്ട്. ലേറ്റ് ആവും. പിന്നെ നമ്മുടെ കാരണം അവർ ലേറ്റ് ആവും. അതുകൊണ്ടിട്ട് അത് വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷം ഇനി കരയിലെത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ കരയ്ക്ക് തിരിച്ചെത്തി. അടിപൊളി ആൾക്കാരായിരുന്നല്ലേ. ഭയങ്കര നല്ല അടിപൊളി റൈഡായിരുന്നു. അതെ, നല്ല പാട്ടൊക്കെ വെച്ച് അവര് തന്നെ വൈബും ചെയ്ത് എല്ലാം അടിപൊളിയായിരുന്നു. ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഏതാന്ന് വെച്ചാൽ ഇതായിരുന്നു. അതെ, സത്യം. നീന്താൻ അറിഞ്ഞാൽ നിങ്ങൾ എൻജോയ് ചെയ്യും. നീന്താൻ അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ പോലെ ബോട്ടിലിരുന്ന് എൻജോയ് ചെയ്യണല്ലേ. എന്തായാലും ബോട്ടിലിരുന്ന് എൻജോയ് ചെയ്യാനും എല്ലാവരും ബാക്കിയുള്ള കുറെ പേരൊക്കെ ബോട്ടിലിരിപ്പുണ്ടായിരുന്നു. അതെ, പിന്നെ ആ വെള്ളം നോക്കി അവിടെ സ്ലോ ലൈഫ്, അതായത് ചുമ്മാ അവിടെ അങ്ങനെ ഇരിക്കുക. പക്ഷെ ഫസ്റ്റ് പോയ സ്ഥലത്ത് നീ വെള്ളത്തിൽ ഇറങ്ങിയല്ലോ, ഒരു ബീച്ച് പോയ സ്ഥലത്ത്. അതെ, അത് നന്നായി. അല്ലാണ്ട് ഇനി പോണ സ്ഥലത്ത് ഇറങ്ങാന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നടക്കില്ല. തണലത്ത് കൂടെ നടക്കാം, നല്ല വെയിലുണ്ട്. വെള്ളം പിടിക്കണം എന്തായാലും. പബ്ലിക് വാട്ടർ കിട്ടുമ്പോൾ വെള്ളം എടുക്കണം. എന്തായാലും അടിപൊളി റൈഡായിരുന്നു. ബുക്കർ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് അല്ലേ, എന്താണ് ബുക്കർ. അപ്പോൾ എല്ലാവരും ഇവിടെ വരികയാണെങ്കിൽ ഈ അവരെ ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ഐലൻഡ് ഹോപ്പിംഗ് ഉണ്ട്. ഏതാണെങ്കിലും ബുക്ക് ചെയ്താൽ
ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ നേരത്തെ എന്താ പറയുക ബോട്ട് ട്രിപ്പൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തു. പിന്നെ ഫോണൊക്കെ ചാർജ് ചെയ്യാനുണ്ടായിരുന്നു, ഫോണൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഫോണൊക്കെ ചാർജ് ചെയ്ത് വീണ്ടും ഫ്രഷായി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അതെ, പിന്നെ നാളെ പോകേണ്ടതല്ലേ, അപ്പോൾ അതൊക്കെ ഉണക്കാനിടണമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ വീണ്ടും വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി. സ്റ്റെപ്പ് തീരണില്ല. അതെ, അപ്പോൾ ഞങ്ങളിപ്പോൾ പോയി ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് എന്താ പറയുക ഒന്ന് ഉണർന്നിട്ട് പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോകാമെന്നാണ് പ്ലാന്. ഇന്നലെ സ്ഥലങ്ങളൊക്കെ കണ്ടു ഓൾമോസ്റ്റ് എല്ലാം. പിന്നെ ആ ഭാഗത്തേക്ക് തന്നെ ഓൾഡ് ടൗൺ ആ ഭാഗത്തേക്ക് തന്നെ വീണ്ടും നടന്നിങ്ങനെ ചുമ്മാ ലാസ്റ്റ് ഫൈനൽ മൊമെൻറ്റ് സോക്കിങ് അങ്ങോട്ടൊക്കെ പോകാമെന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക അവിടെയൊക്കെ പോയി കണ്ട് പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ നാളത്തെ കാര്യം പറഞ്ഞില്ലല്ലോ നമ്മൾ. നാളെ നമ്മൾ എന്താ പറയുക ദുബ്രോണിക്കിലേക്ക് പോണത് ഫെറിയിലാണ്. യെസ്. അപ്പോൾ നമുക്ക് നാളത്തേക്ക് എന്താ പറയുക ഈ ഗ്രോസറി സ്റ്റോറിൽ നിന്ന് കുറച്ച് എന്താ പറയുക സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകണം. 5 മണിക്കൂറുണ്ട് നമുക്ക് ബോട്ടിൽ. അപ്പോൾ കുറിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങണം അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ താഴെ തന്നെ ഇതേ ഒരു ഗ്രോസറി സ്റ്റോർ ഉണ്ട്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ നിന്നൊക്കെ വാങ്ങണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു കോഫി കുടിക്കാൻ പോവാം. ഞാനൊരു കോൾഡ് കോഫി വാങ്ങി. സുട്ടൊരു കോൾഡ് കോഫി ഐസ്ഡ് അമേരിക്കാനോ വാങ്ങി. ഞാൻ ഐസ്ഡ് ലാറ്റെ. നമുക്കത് എൻജോയ് ചെയ്ത് കുടിക്കാം. ഈ വ്യൂ ഒക്കെ കണ്ട്. പഞ്ചസാര ഇട്ടിട്ടില്ല. ഇന്നലെ നമ്മൾ കഴിച്ച ബുറക്ക് തന്നെ, പക്ഷേ അതിൻ്റെ മീറ്റ് വേർഷനാണ്. ഇതൊരു പുതിയ ഐറ്റമാണ്. എന്താണ് ചീസിൻ്റെ എന്തോ ഒരു പേസ്ട്രി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ചീസ് ഉണ്ടാവുമല്ലോ. അതെ, ചീസിൻ്റെ ടേസ്റ്റാണ് മെയിനായിട്ട്. പിന്നെ ഇതിലേക്ക് പപ്സ് പോലത്തെ സാധനങ്ങളോ അപ്പോൾ അതൊന്ന് ഇന്നലെ കഴിച്ച പോലത്തെ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് വേർഷൻ. ഇതിലാരാണ്? ഇതിൽ ആപ്രിക്കോട്ടായിരിക്കും. ആപ്രിക്കോട്ട് അല്ലെങ്കിൽ വാനില. വാനില സെയിം ഒരു സോസ് കൊണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ക്രോസ് കൊണ്ടും അല്ല എന്നാൽ ബണ്ണും അല്ല, പക്ഷെ എന്നാൽ ചെറിയൊരു ക്രോസ് കൊണ്ട് പോലെ അങ്ങനത്തെ ഒരു സിമിലർ ടേസ്റ്റ്. ഇത് നമ്മുടെ മീറ്റ് ബുൾ. ഇങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മീറ്റ് കിട്ടിയാ അങ്ങനെയുണ്ട്. സൂപ്പറാണ്. നമ്മൾ സ്ട്രീറ്റ്സിലൂടെ ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കാണ്. ആലിവേസിലൂടെ ഭയങ്കര രസമുണ്ട് ആക്ച്വലി. ഇങ്ങനെ ഈ ആലിവേസിലൂടെ വെറുതെ കറങ്ങി നടക്കാൻ. എന്താ സുട്ടോടെ സ്റ്റക്കായി നല്ല രസമില്ലേന്ന് ഈ ആലിവേസിലൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കാൻ. അതെ, കുറേ ആലിവേസ് ഉണ്ട്. പക്ഷെ നമ്മൾ ലോസ്റ്റ് ആവൂല, എവിടെയെങ്കിലൊക്കെ എത്തും തിരിച്ച് തന്നെ സെയിം സ്ഥലത്തൊക്കെ തന്നെ. അപ്പം നമ്മൾ എവിടെയോ എത്തി. ഫുൾ ഇവിടേക്ക് ഇങ്ങനെ ഫുൾ സ്റ്റോഴ്സും കുറേ കടകൾ, കുറേ ആക്സസറീസിൻ്റെ കടകൾ, പിന്നെ കുറേ തുണിക്കടകൾ, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, പബ്ബ്. ആദ്യം കണ്ടോ, ഇതൊരു പബ് ആൻഡ് ഫുഡ്. ഇത്തിരിയധികം പാർട്ടി പ്ലേസ്. പിന്നെ നൈറ്റ് ലൈഫ് ഭയങ്കര ഓണാണ്.
ഇവിടെ നൈറ്റ് ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. ആൾക്കാരൊക്കെ രാത്രി ആകുമ്പോഴാണ് അവരൊക്കെ ഭയങ്കര ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഇറങ്ങിയിറക്കണം. ഇത് നമ്മളെവിടെ എത്തിയത് അടുത്തൊരു എന്താണ് മർമണ്ടോവ സ്ട്രീറ്റിലെത്തി. ഗൈസ് നമ്മളങ്ങനെ രാത്രിത്തെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പിസ്സ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്താണ് അക്വറിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പിസ്സ ഷോപ്പിൽ കയറി. അപ്പോൾ അതിൻ്റെ ഈസ്തെറ്റിക്സാണ് ഈ കാണുന്നത്. ഭയങ്കര രസമുണ്ട് അതും കാണാൻ. നമ്മുടെ പിസ്സ വന്നു. ഇതിൻ്റെ പേരെന്തായിരുന്നു? കാപ്രിക്കോസ. എന്തോ കാപ്രിക്കോസ, അതായത് മഷ്റൂം, ഹാം, അങ്ങനെ എന്തൊക്കെയോ ഉള്ള ഒരു പിസ്സ. ഇന്ന് പിസ്സയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം ഇവിടെ മെയിൻ, അതായത് ഇവിടെ കുറേ പിസ്സേറിയ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഇതെന്ന്, കാരണം ഇവിടെ കൂടുതലും പിസ്സ അങ്ങനത്തെ ഇവരുടെ ഡിഷസ് ഒന്നും അങ്ങനെ കുറേ ഒന്നും കണ്ടില്ല. ഇവിടെ മെയിനായിട്ട് പിസ്സ, പാസ്ത, ബർഗേഴ്സ് അതെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതെ. അപ്പോൾ ഇന്ന് പിസ്സ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ചൂടുണ്ട്. അല്ല അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ റൂമിലോട്ട് പോവാണ് ഗൈസ്. അങ്ങനെ ലാസ്റ്റ് ഡേ ഇൻ സ്പ്ലിറ്റ് അടിച്ച് പൊളിച്ചു. വിഷമമുണ്ടല്ലേ? ഭയങ്കര വിഷമമുണ്ട് ഈ സ്ഥലം വിട്ട്. ഞാൻ സുട്ടിനോട് പറയായിരുന്നു നീ ഇവിടെ നിന്നോ, ഞാൻ വന്നില്ലാന്ന്. അത്ര നീ ഇവിടെ നിന്നോന്നല്ല, നീ അങ്ങനെയല്ല, തിരിച്ചാണ്. സുട്ടിനോട് പൊക്കോളാൻ ഞാനിവിടെ നിന്നാണ്. അതെ, അടിപൊളി സ്ഥലമായിരുന്നു. എന്തായാലും രണ്ടു ദിവസം അടിച്ച് പൊളിച്ച്. ഇനി പറഞ്ഞ പോലെ നാളെ രാവിലെ നമ്മൾ എങ്ങോട്ടാണ്? ദുബ്രോനിക്കിലോട്ട് പോകും. ദുബ്രോനിക്കിൽ ഒരു ക്രൂസ് ഷിപ്പിൽ പോകുന്നതായിരിക്കും. അതെ, അപ്പൊ നാളത്തെ ദുബ്രോനിക്കും പിന്നെ നമ്മളെ ഫെറി കൂടെ പോണ കാഴ്ചകളൊക്കെ ആയിട്ട് രാവിലെ ആസ് യൂഷ്വൽ നമ്മൾ കഴിക്കുന്ന സ്ഥലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. അത് ഞങ്ങൾ കാണിക്കും തോന്നുന്നില്ല. നമുക്ക് ഷിപ്പ് ബോർഡ് ചെയ്യുന്നത് മുതൽ അങ്ങോട്ട് കണ്ടു തുടങ്ങാം. അതെ, അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ അതേ റൂമിലോട്ട് പോവുകയാണ്. ഇനി നമ്മൾ റൂമിൽ പോയിട്ട് പാക്ക് ചെയ്യും, എന്നിട്ട് കിടന്നുറങ്ങാനാണ് പ്ലാൻ. ചിലപ്പോൾ ജക്കൂസിയിൽ കുറച്ച് നേരം ഇരുന്നാലിരുന്ന്, അല്ലെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങും പാക്ക് ചെയ്തിട്ട്. എന്നിട്ട് നാളെ രാവിലെ എണീക്കും. അപ്പോൾ എന്തായാലും ബാക്കി ദുബ്രോണിക് വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഗൈസ്. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്, ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. ബൈ ബൈ.